ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഞണ്ട് കറിയാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 1 കിലോ കടൽ ഞണ്ടാണ്. ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, കായൽ ഞണ്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. എന്നാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഞണ്ട് കറി വളരെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ ഉള്ള ഈ ഞണ്ട് കറി ഉപയോഗിച്ച് നമുക്ക് ഈ കടൽ ഞണ്ടിനെയും വളരെ സ്വാദിഷ്ടമാക്കി എടുക്കാവുന്നതാണ്. ഈ ഞണ്ട് കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, 10 ചെറിയുള്ളി ചതച്ചത്, ഒരു 2 കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു 50 ഗ്രാം ഇഞ്ചി ചതച്ചത്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ: ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കാശ്മീരി മുളക് പൊടി ചേർത്ത് എരി കുറവായിരിക്കും, നിറവും ഉണ്ടായിരിക്കും. ഈ ഞണ്ട് കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ഇട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കാം. അതിനുശേഷം പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. സവാളയും കൂടി ഒന്ന് വഴറ്റിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവസാനമാണ് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് ഇത് നമ്മൾ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. ഇത് വഴന്ന ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലകളെല്ലാം ചേർക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കേണ്ടതാണ്. അതിനുശേഷം 5 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് ചേർത്തിളക്കേണ്ടതാണ്. മല്ലിപ്പൊടി ചേർത്തിളക്കിയതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്തിളക്കാവുന്നതാണ്. അതിനുശേഷം 3 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർത്ത് ഇളക്കി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി ആ ഒരു പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ചേർത്തിട്ട് ഇതിനെ നമുക്ക് ഒരു ഗ്രേവിയായിട്ട് എടുക്കാവുന്നതാണ്. കുറച്ചും കൂടി പുളിവെള്ളം അതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഗ്രേവിയാക്കി എടുക്കാം. നമുക്ക് ആ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഞണ്ട് വേകാൻ ആവശ്യമായ വെള്ളം വെച്ചിട്ട് അത് തിളയ്ക്കുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഞണ്ട് വൃത്തിയാക്കുന്നതെന്നുള്ളതാണ്. ഇപ്പൊ ഈ ഞണ്ട് വെള്ളത്തിൽ കിടക്കാണ്. പലർക്കും ഞണ്ട് വൃത്തിയാക്കാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പലരും ഞണ്ട് കറി വെക്കാനൊന്നും മടിക്കും. അപ്പൊ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഞണ്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് പൈപ്പിന്റെ അടിയിൽ വെച്ചൊന്ന് കഴുകുക. എന്നിട്ട് ഇതിന്റെ ഈ വലിയ കാല് അത് നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ ഈ ചെറിയ കാലുകൾ വേണമെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് മുറിച്ചു കളയാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഇനി ഇവിടെ ഇങ്ങനെ ഒരു അടപ്പുണ്ട്, ഒരു അടപ്പ് പോലെയുള്ള ഭാഗം, അത് ഇങ്ങനെ തുറന്നിട്ട് അതിങ്ങനെ കഴുകുക. അവിടെ അഴുക്കുണ്ടാവും,
അതിനുശേഷം അത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ചെകിള പോലുള്ളൊരു ഭാഗമുണ്ട്, അത് ഇളക്കിക്കളയുക. ഇപ്പോൾ ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞണ്ട് ചേർക്കാവുന്നതാണ്. ഞണ്ട് ചേർക്കുമ്പോൾ നമുക്കിതാ ഈ ഞണ്ടിൻ്റെതാ ഈ ഭാഗം നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ ഇതിനകത്തേക്ക് ഗ്രേവി നന്നായിട്ട് കയറുന്നതായിരിക്കും. ഇപ്പം എന്താ ഇത് ഓരോന്നും എടുത്ത് അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു കട്ടിങ് പോലെ കൊടുക്കും. പിന്നെ ഈ കാല് നമ്മൾ ഇടുമ്പം ഇതിനെ ജസ്റ്റ് ഒരു ഇടികല്ല് വെച്ച് ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അരപ്പ് നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ഞണ്ട് കറി ഒരു അരമണിക്കൂറായിട്ട് നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകി ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ ഞണ്ട് കറി റെഡിയായിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.